കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും നമ്മോട് കൂടെ ഉണ്ട് എന്ന് വാഗ്ദത്തം ചെയ്യുകയും ഇന്നയോളം ഇരിക്കുകയും ചെയ്ത നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവന് സ്തുതി സ്തോത്ര ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുകയും ചെയ്യുന്നു. ഇതുവരെ നമ്മെ അവിടെവിടങ്ങളിലായി കാത്ത് സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവ വചനത്തിലേക്ക് തിരിയാം. നമ്മൾ പഠിച്ചു വരുന്നത് വെളിപ്പാട് പുസ്തകം 17-ാമത്തെ അധ്യായമാണല്ലോ. ഈ 17-ാമത്തെ അധ്യായത്തിൽ നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരുന്നത് ഒരു മൃഗത്തെയും ഒരു സ്ത്രീയെയുമായിരുന്നു. കടുംചുവപ്പ് നിറം ഉള്ള ഒരു മൃഗത്തിൻ്റെ മേൽ വാഹനമേറുന്ന രക്താംബരധാരിണിയായ ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ മേൽ എഴുതിയിട്ടുള്ള നാമങ്ങൾ അവളെ യോഹന്നാന് ദൂതൻ പരിചയപ്പെടുത്തിയത് മൃഗത്തിൻ്റെ അർത്ഥം ഒക്കെയായിട്ട് നമുക്ക് ഇന്നലെ പഠിക്കുവാനായിട്ട് കഴിഞ്ഞു. അത് ഒരു അക്ഷരീയ സ്ത്രീ അല്ല, ഒരു ആളല്ല, അതൊരു നഗരമാണ്, അതൊരു പട്ടണമാണ് എന്ന് നാം കാണുകയുണ്ടായി. 17-ാം അധ്യായത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ വാക്യത്തിൽ നിന്ന് നാം അത് കണ്ടു. നമ്മൾ ആ സ്ത്രീയെ എതിർക്രിസ്തുവിന്റെ ഭാര്യയായിട്ട് മനസ്സിലാക്കി. കർത്താവായ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയെക്കുറിച്ചും ഒരു നഗരമെങ്കിലും പറഞ്ഞിട്ടുണ്ട്. 9-10 വാക്യങ്ങളൊന്ന് വായിക്കാമോ? 21 verses 9 and 10. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം എന്ന് പറഞ്ഞു. അവൻ എന്നെ ആത്മവിവശതയിൽ ഉയർന്ന ഒരു വൻമലയിൽ കൊണ്ടുപോയി. യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ദൈവ തേജസ്സുള്ളതായി ഇറങ്ങുന്നത് കാണിച്ചു തന്നു. സ്തോത്രം. യോഹന്നാനോട് ദൂതൻ അവിടെ പറഞ്ഞു, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം. എന്നിട്ട് യോഹന്നാന് കാണിച്ചു കൊടുത്തത് പുതിയ യെരുശലേം എന്ന നഗരത്തെയാണ്. അപ്പോൾ ഇവിടെയും പുത്തനാം യെരുശലേം എന്ന, പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തെ ഒരു മണവാട്ടിയോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ സഭയ്ക്ക് പകരം, അല്ലെങ്കിൽ സഭയെ കാണിക്കുന്നതിന് പകരം ഇവിടെ ഒരു നഗരത്തെ കാണിക്കുന്നു. ഏതാണ്ട് തുല്യത നമുക്ക് ഈ വിഷയത്തിൽ കാണാം. ഇതുപോലെ തന്നെയാണ് നമുക്ക് 17-ാമത്തെ അധ്യായത്തിൽ എതിർക്രിസ്തുവിന്റെ ഭാര്യയെ, മണവാട്ടിയെ കാണുവാൻ കഴിയുന്നത് ഒരു നഗരമായിട്ടാണ്. അപ്പോൾ എതിർക്രിസ്തു കൂടാതെ വ്യാജ മതം, ഈ 2 കാര്യങ്ങളാണ് 17-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. അതിൽ മൃഗത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എതിർക്രിസ്തുവിനെ പറ്റി നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഒരു വ്യക്തിയാണെന്ന് നാം ഇതിനോടകം തന്നെ പഠിച്ചു കഴിഞ്ഞു. വ്യാജമതം, ഫോൾസ് റിലീജിയൻ, ഫോൾസ് ചർച്ച്, വേൾഡ് സിസ്റ്റം, വേൾഡ് റിലീജിയൻ,
ലോകമതം, വ്യാജസഭ, വ്യാജമതം എന്നൊക്കെ അതിന് പേര് വിളിക്കുന്നുണ്ട്. ഈ മൃഗവും അല്ലെങ്കിൽ എതിർ ക്രിസ്തുവും ഈ വ്യാജ മതവും തമ്മിലുള്ള ബന്ധത്തെയാണ് നാം കാണുന്നത്. ആ ബന്ധത്തെക്കുറിച്ചും രണ്ട് കാര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിച്ചു. മൂന്നാമത്തെ വാക്യം 17:3 നമുക്കൊന്നും കൂടെ വായിക്കാമല്ലോ. 17 അവൻ verse 3. എന്നെ ആത്മാവിൽ മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ 7 തലയും 10 കൊമ്പും ഉള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ് കടും ചുവപ്പുള്ള ഒരു മൃഗത്തിന്മേൽ ഒരു സ്ത്രീ ഇരിക്കുന്നത് ഞാൻ കണ്ടു. ആ സ്ത്രീ ധൂമ്രവർണവും കടും ചുവപ്പും നിറവും ഉള്ള വസ്ത്രം ധരിച്ച് പൊന്നും രത്നവും മുത്തും അണിഞ്ഞവളായി തന്റെ വേശ്യാവൃത്തിയുടെ മ്ലേച്ഛതയും അശുദ്ധിയും നിറഞ്ഞ സ്വർണ പാനപാത്രം കയ്യിൽ പിടിച്ചിരുന്നു. സ്തോത്രം. ഈ ഭാഗങ്ങളിൽ നമുക്ക് മൃഗത്തെയും സ്ത്രീയെയും കാണുവാൻ കഴിയുന്നു. ഈ മൃഗത്തെയും സ്ത്രീയെയും കാണുവാൻ കഴിയുന്നു. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇരിപ്പ് എൻ്റെത് അത്ര സുഖമല്ല, അതുകൊണ്ട് സദയം ക്ഷമിക്കണം. ഗ്രാമത്തിലെ വീടുകളാണ്. നമ്മളൊക്കെ വന്ന് കണ്ടാൽ അതിശയിക്കും. നമ്മുടെ 2 പെട്ടിക്കകത്ത് കൊള്ളാനുള്ള സാധനം പോലും ഈ വീട്ടിൽ മൊത്തമായിട്ടില്ല. ഒരു കുടുംബം പാർക്കുന്ന ഒരു വീടാണ്. ഞാൻ ഒത്തിരി കണ്ട് അതിശയിച്ചു. 2 കട്ടിലുണ്ട്, മെത്തയോ കാര്യങ്ങളോ ഒന്നുമില്ല. ദറി കട്ടിലിൽ വിരിച്ച് അങ്ങനെ കിടക്കുന്നു. പിന്നെ തണുപ്പായതുകൊണ്ട് പുതയ്ക്കാൻ കമ്പിളിയുണ്ട്. മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഫ്രിഡ്ജ് പോലും ഇല്ല. അടുക്കളയിൽ നമ്മുടെയൊക്കെ ഒരു പാത്രം കഴുകി വെക്കുന്ന ഒരു എന്താണ് പറയുന്നത്, കൊച്ചു ബക്കറ്റിനകത്ത് കൊള്ളാവുന്ന സാധനങ്ങളൊക്കെ ഉള്ളൂ. അപ്പം ആ പരിമിതിയിലാണ് ഇവിടെ ആൾക്കാരെ കഴിയുന്നത്. ഞങ്ങളും അങ്ങനെ ആയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഇരിക്കാനുള്ള മേശയോ 2 കസേരകളുണ്ട്, പക്ഷെ അതിലിരുന്നാൽ ഇത് വെക്കാൻ സ്ഥലമില്ല. അതുകൊണ്ട് ഇത് ആ കട്ടിലിൽ തന്നെ വെച്ച് പെട്ടിയിൽ വെച്ച് പൊക്കി വെച്ച് ഞാനിങ്ങനെ ചമ്മരം പടഞ്ഞ് ഇവിടെ ഇരിക്കുക. അല്ലെങ്കിൽ താഴെ ഇരിക്കണം. 2 ശരി, ഗതി ഒന്ന് തന്നെ. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഇരിക്കുന്നതിൽ സദയം ക്ഷമിക്കുക. അതുകൊണ്ട് ഇത്രയും പറഞ്ഞു എന്നേ ഉള്ളൂ. മറ്റു ബുദ്ധിമുട്ടുകൾ തോന്നരുത്. ചിലപ്പോൾ കാലും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, മടങ്ങി വരാം. ഇവിടെ നാം കാണുന്നത് എതിർ ക്രിസ്തു എന്ന ആളത്വത്തെ മൃഗത്തെ കൊണ്ടും വ്യാജമതം എന്ന ആളത്വത്തെ ഒരു എന്താണ് പറയുന്നത്, സംവിധാനത്തെ, ആളത്വത്തെ അല്ല സംവിധാനത്തെ സ്ത്രീ എന്ന ഒരു ആളത്വത്തിലുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നേരെ വൈപരീത്യമായ ഒരു സംഗതി കണ്ടോ? എതിർ ക്രിസ്തു ഒരു വ്യക്തിയാണ്, പക്ഷെ ആ വ്യക്തിയെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് മൃഗമായിട്ട്. എന്നാൽ വ്യാജമതം ഒരു വ്യവസ്ഥിതിയാണ്. അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒരു സ്ത്രീ, ഒരാള്, ഒരു വ്യക്തിയായിട്ട്. കണ്ടോ ആ ചിത്രീകരണം? അതിനകത്ത് അന്തർലീനമായ അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ നമ്മൾ ആ മൃഗത്തെക്കുറിച്ച് കാര്യങ്ങൾ കണ്ടിരുന്നു. അതിനു മുമ്പും നമ്മൾ മൃഗത്തെ പറ്റി കണ്ടിരുന്നു. ഇനിയും അതിൻ്റെ 8ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ആ മൃഗത്തെക്കുറിച്ച് ഒരു കാര്യവും കൂടെ പറയാനുണ്ട്. അതും കൂടി ഇപ്പോൾ പറഞ്ഞങ്ങ് വിട്ടേക്കാൻ. നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ആ മൃഗം പണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല, ഇനിയും അത് അഗാധത്തിൽ നിന്ന് കയറി വരും, നാശത്തിലേക്ക് പോകും. നാശപുത്രൻ, നാശത്തിന്റെ പുത്രൻ, സൺ ഓഫ് പെർഡീഷൻ എന്ന്
എതിർ ക്രിസ്തുവിനെ വിളിച്ചതുമായി ബന്ധപ്പെട്ട് 2 തെസലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ ഇക്കാര്യം പഠിച്ചതായിരുന്നു. അതുകൊണ്ടാണ് അത് ഞാൻ ആവർത്തിക്കാതെ വിടുന്നത്. ഇതൊരു ഉപദേശമല്ല, എന്നാൽ പൊതുവെ പറയപ്പെടുന്നത് എതിർ ക്രിസ്തു പണ്ടുണ്ടായിരുന്നെന്ന് വെച്ചാൽ എപ്പോഴുണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല എന്ന് വെച്ചാൽ യോഹന്നാൻ ഈ ദർശനം കാണുന്ന സമയത്ത് എതിർ ക്രിസ്തു എന്ന ഈ പ്രത്യേക വ്യക്തിത്വം ലോകത്തിൽ ഇല്ല. ഇനിയും അഗാധത്തിൽ നിന്ന് കയറി വരും. അത് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാവി കാലത്ത് അവൻ വരും എന്നുള്ളതാണ്. 11-ാം അധ്യായത്തിലും നാം അങ്ങനെ തന്നെയാണ് എതിർ ക്രിസ്തുവിനെ കുറിച്ച് കാണുന്നത്. 11-ാമത്തെ അധ്യായം, വെളിപ്പാട് പുസ്തകം തന്നെ 11-ാമത്തെ അധ്യായം, അതിന്റെ 7-ാമത്തെ വാക്യം, 11:7. അവർ തങ്ങളുടെ സാക്ഷ്യം തികച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നുകളയും. ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം, ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം. അപ്പോൾ ആഴത്തിൽ നിന്ന്, അഗാധത്തിൽ നിന്ന് എന്നൊക്കെ നാം കാണുന്നു. അപ്പോൾ ഇനിയും അവൻ വരുന്നത് ആഴത്തിൽ അല്ലെങ്കിൽ അഗാധത്തിൽ നിന്നാണെന്നർത്ഥം. അവന്റെ അവസാനത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്നു, നാശത്തിലേക്ക് പോകുന്നു, നാശത്തിലേക്ക് പോകുന്നു. നാശം എന്നത് ഡിസ്ട്രക്ഷൻ. ഓർമ്മ കാണുമായിരിക്കും, 2 അർത്ഥങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ. സ്ഥലം, അവസ്ഥ. അതൊരു സ്ഥലവുമാണ്, ഒരു അവസ്ഥയുമാണ്. ഡിസ്ട്രക്ഷൻ ഈസ് ബോത്ത് എ പ്ലേസ് ആസ് വെൽ ആസ് എ സ്റ്റേറ്റ്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ലോസ്റ്റ്. നഷ്ടപ്പെട്ട അവസ്ഥയുടെ പേരാണ് നാശം. നഷ്ടപ്പെട്ട അവസ്ഥ. 2, ഈ നഷ്ടപ്പെട്ടവർ മരണാനന്തരം ചെന്നെത്തുന്ന സ്ഥലത്തിന്റെ പേരും നാശം എന്നാണ്. അതും നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. സോ ഡിസ്ട്രക്ഷൻ ഓർ ഡൂം, യാ നാശം, ഈസ് എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് ലോസ്റ്റ് ടു ദ ക്രിയേറ്റർ. സ്രഷ്ടാവായ ദൈവത്തിന് നഷ്ടപ്പെട്ട അവസ്ഥ, ദൈവത്തിൽ നിന്നും അകന്നുപോയ അവസ്ഥ. അത് ഒരിക്കലും മടങ്ങി വരാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ അതിനെ നിത്യനാശം എന്ന് വിളിക്കുന്നു. അതാണ് നാം 2 തെസലോനിക്കർ 1-ാം അധ്യായത്തിന്റെ 9-10 വാക്യങ്ങളിൽ കാണുന്നത്. അവർ എടുത്തെങ്കിൽ വായിച്ചു, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വിട്ടിട്ടുള്ള വാക്യങ്ങളാണ്. 2 തെസലോനിയൻസ് 1:9 and 10. മലയാളത്തിൽ 9ഉം 10ഉം കൂടെ. ഇംഗ്ലീഷിൽ എനിക്കൊന്ന് 9-ാം വാക്യം മാത്രം മതിയായിരിക്കും. അല്ലേ? 10 മലയാളത്തിൽ. സുവിശേഷം മലയാളത്തിൽ 10. മനസ്സിലാക്കാത്തവർ കർത്താവിന്റെ സന്നിധാനവും അവന്റെ വല്ലഭത്വത്തോടു കൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും. നിത്യനാശം എന്ന ശിക്ഷാവിധി, നിത്യനാശം എന്ന് വെച്ചാൽ ഇറ്റേണലി ലോസ് കണ്ടീഷൻ. They cannot be redeemed yet again. ഇനിയും ഒരിക്കലും വീണ്ടെടുക്കാൻ കഴിയാത്തതുപോലെ, ഇനി ഒരിക്കലും മടങ്ങി വരാൻ സാധിക്കാത്തതുപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് നിത്യനാശം. നിത്യനാശം. ഇങ്ങനെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിലർ നിത്യനാശത്തിന്റെ ഉടമകളായി മാറുന്നു, അല്ലെങ്കിൽ ഇരകളായി തീരുന്നു. ജീവിച്ചിരിക്കെ തന്നെ, ഈവൻ വൈൽ ലിവിങ്, സ്റ്റിൽ alive, some may be victims or preys of this eternal
ഡിസ്ട്രക്ഷൻ. അങ്ങനെയുള്ളവർ മരിച്ച ശേഷം ചെന്നെത്തുന്ന സ്ഥലം, the place where these people go after death, even their eternal abode also is called destruction. അപ്പോൾ ഈ എതിർ ക്രിസ്തു എന്ന മൃഗത്തിന്റെ ആത്യന്തികത, അവസാനമായി ഇത് എത്തിച്ചേരുന്നതും നാശത്തിലേക്കാണെന്ന് നാം ഇവിടെ കാണുന്നു. അപ്പോൾ ചോദ്യം വരുന്നത്, ഇവൻ എപ്പോഴാണ് പണ്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്? അവിടെ നിന്നുമാണ് ഒരു അസംഷൻ, നോട്ട് എ ഡോക്ട്രിൻ ബട്ട് എൻ അസംഷൻ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്, ആവർത്തിക്കുന്നേ ഉള്ളൂ. ഒരു എന്താണ് പറയുന്നത്, ഊഹം ഉണ്ടായിട്ടുള്ളത്. ഇത് ഇവൻ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് യൂദ ഈ ഭൂമിയിൽ ആയിരുന്നപ്പോഴായിരുന്നു എന്നാണ്. ഇനി മറ്റൊരർത്ഥത്തിൽ നമ്മളത് പറഞ്ഞിരുന്നോ എന്നെനിക്ക് ഓർമ്മയില്ല. 13-ാമത്തെ അധ്യായത്തെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് എതിർ ക്രിസ്തുവിന്റെ മോഡൽസ് പഴയ നിയമത്തിലും മറ്റും നാം കണ്ടിട്ടുള്ള എതിർ ക്രിസ്തുവിന്റെ പ്രതിരൂപങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നോ എന്നെനിക്ക് ഓർമ്മ വരുന്നില്ല. പറഞ്ഞിരുന്ന് കാണാം. 13-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കയീൻ എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രതിരൂപമായിട്ട് കാണാം. കയീൻ, കാരണം ആസ് ദ മർഡറർ ഓഫ് ദ ചോസൺ ബൈ ഗാഡ്, ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഹാബേലിനെ കൊന്നത് നിമിത്തം അവൻ പഴയ നിയമത്തിലെ ഒന്നാമത്തെ എതിർ ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ട് നമുക്ക് കാണാം. രണ്ടാമത് നിമ്രോദാണ്. നിമ്രോദിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നതേ ഉള്ളൂ. നിമ്രോദ്, കാരണം അവൻ സത്യദൈവത്തിനെതിരായ മത്സരത്തിലൂടെ ബിക്കോസ് ഓഫ് ഹിസ് റിബല്യൻ അഗൈൻസ്റ്റ് ഗാഡ്, ദൈവത്തിനെതിരായ മത്സരത്തിലൂടെ നിമ്രോദ് എതിർ ക്രിസ്തുവിന്റെ നിഴലായി നിൽക്കുന്നു. നമ്മൾ പഠിച്ചായിരുന്നു തോന്നുന്നല്ലോ, അല്ലേ? പറഞ്ഞായിരുന്നല്ലോ കാര്യങ്ങളെല്ലാം. ഓക്കെ, ഗുഡ്. അപ്പൊ നമ്മളതെല്ലാം പറഞ്ഞു. അങ്ങനെ പഴയ നിയമത്തിൽ ഏതാണ്ട് 10-12 പേരെ പറഞ്ഞിരുന്നു എനിക്ക് തോന്നുന്നു, അല്ലേ? ഏറ്റവും 13 പേരെ പറഞ്ഞു. ഓക്കെ. അപ്പം പഴയ നിയമത്തിൽ നിന്നും ചരിത്രത്തിൽ നിന്നും നമ്മൾ എടുത്ത് ചിലരുടെ പേര് പഴയ നിയമത്തിൽ ഇല്ല. ഉദാഹരണത്തിന് ആന്റിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ആള്, അങ്ങനെയുള്ള ചിലരുടെ പേരുകൾ പഴയ നിയമത്തിൽ ഇല്ല. എന്നാൽ സൂചനകളുണ്ട്, പ്രവചനങ്ങളുണ്ട്, പേരില്ല എന്ന് മാത്രം. പക്ഷെ ചരിത്രത്തിൽ നമുക്ക് അവരുടെ പേരുകൾ കിട്ടി. അങ്ങനെയാണ് 12-13 പേരെ നമ്മൾ പഴയ നിയമത്തിന്റെ അല്ലെങ്കിൽ ചരിത്രത്തിലെ പ്രതീകങ്ങളായി എതിർ ക്രിസ്തുവിന്റെ നിഴലുകളായിട്ട് കാണുന്നത്. അതിലേതെങ്കിലും ഒരുവൻ ഒരുപക്ഷെ ആയിരിക്കാം, എന്നാൽ കൂടുതൽ സാധ്യത യൂദയാണെന്നാണ് നമ്മൾ കണ്ടത്. അതിനുള്ള കാരണങ്ങളും നാം ആ സമയത്ത് പറഞ്ഞിരുന്നു. 2 പേരെ മാത്രമേ ബൈബിൾ, 2 വ്യക്തികളെ മാത്രമേ നാശയോഗ്യരെന്നോ നാശത്തിന്റെ പുത്രന്മാരെന്നോ വിളിക്കുന്നുള്ളൂ. അത് 2 തെസലോനിക്കർ 2-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ കണ്ടു. എതിർ ക്രിസ്തുവിനെയാണ് സൺ ഓഫ് പെർഡീഷൻ, നാശത്തിന്റെ പുത്രൻ എന്ന നിലയിൽ എതിർ ക്രിസ്തുവിനെ പൗലോസ്ലീഹ 2 തെസലോനിക്കർ 2-ാം അധ്യായത്തിൽ വിളിക്കുന്നുണ്ട്. മറ്റൊന്ന് യോഹന്നാൻ 17-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു
നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് പറയുന്നുണ്ട്, ആ നാശയോഗ്യനല്ലാതെ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പം യൂദായെയാണ് രണ്ടാമതായി നാശയോഗ്യനെന്നോ നാശത്തിന്റെ പുത്രനെന്നോ നിലയിൽ വേദപുസ്തകം വിളിക്കുന്നത്. അതും ക്രിസ്തു തന്നെയാണ്. മറ്റൊരു സൂചന നമ്മൾ അപ്പോസ്തല പ്രവൃത്തികൾ 1-ാം അധ്യായത്തിൽ നിന്നായിരുന്നു കണ്ടത്. പത്രോസ് ലീഹ പറയുന്നുണ്ട്, തൻ്റെ സ്ഥലത്തേക്ക് ഒഴിഞ്ഞുപോയ യൂദ, ജൂഡാസ് who went to his place. അങ്ങനെ മറ്റൊരാളിനെ കുറിച്ച് പരാമർശമില്ല തൻ്റെ സ്ഥലത്തേക്ക് എന്ന നിലയിൽ. ആ തൻ്റെ സ്ഥലം എന്ന് പറയുന്നത് ഈ പറയുന്ന ആഴങ്ങളാണ്, അഗാധമാണ് എന്നൊരു വ്യാഖ്യാനമാണ് കേട്ടോ, ഉപദേശമല്ല. ഇറ്റ്സ് ജസ്റ്റ് ആൻ അസംഷൻ ആൻഡ് ഇറ്റ് ഈസ് ജസ്റ്റ് ആൻ ഇന്റർപ്രിട്ടേഷൻ. ഇറ്റ് മേ ബി ട്രൂ, ഇറ്റ് മേ നോട്ട് ബി ട്രൂ. അതുകൊണ്ട് പഠന സൗകര്യത്തിന് വേണ്ടി നാം അത് എടുക്കുന്നതേ ഉള്ളൂ. പൊതുവെ ഇരിക്കുന്ന ഒരു ഒരു തിയറിയാണിത്. ഇതൊരു തിയറി മാത്രമാണ്, ഒരു സിദ്ധാന്തം, ഒരു തത്വം മാത്രമാണ്. ഉപദേശമായിട്ട് ആരും കൈക്കൊള്ളരുത്. വിശ്വസിക്കണമെന്ന് നിർബന്ധവുമില്ല. ബാക്കി നമുക്കിതിനെപ്പറ്റി അറിവില്ല. ഇതാണ് 17-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിന്റെ അർത്ഥം. വെളിപ്പാട് 17-ന്റെ 8-ാം വാക്യത്തിന്റെ അർത്ഥം മനസ്സിലായല്ലോ? ഇത്രയും കാര്യങ്ങൾ എന്തെങ്കിലും വിശദീകരണം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ, ഇല്ലെങ്കിൽ നമുക്ക് മുൻപോട്ട് പോകാം. ഇന്നലെ പഠിച്ചതും ഇന്ന് പറഞ്ഞതുമായ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം ആവശ്യമായിട്ടുണ്ടോ? ഇന്നലെ പറഞ്ഞതിൽ 7 മല 7 പട്ടണം, അത് BC 30 റോമം ഒരു പട്ടണമായി എന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. BC 30, അതോ ഞാൻ എഴുതിയത് തെറ്റാണ്? പിന്നെ അത് കഴിഞ്ഞ് ഒടുവിൽ വന്നപ്പോൾ BC 900, അതാ 9-ാം നൂറ്റാണ്ട്. ഇത് രണ്ടും കൂടെ ഏതാ ശരി? ഓക്കെ, അത് അങ്കിള് മനസ്സിലാക്കിയതിലെ തെറ്റാണ്. അത് പറയാം. ഈ 7 തല, ഈ മൃഗത്തിന്റെ 7 തല, അത് സ്ത്രീ ഇരിക്കുന്ന 7 മലകളാണെന്നാ പറഞ്ഞത്. 7 പട്ടണമല്ല, 7 മലകളിൽ മേൽ ഒരു നഗരം സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണം. അതെ, അങ്ങനെ 7 മലകളിൽ മേൽ പണിതിരിക്കുന്ന പട്ടണം അല്ലെങ്കിൽ നഗരം എന്ന് പറയുന്നത് ഏൻഷ്യന്റ് റോം, പഴയ റോമ നഗരമാണ്. ഇന്നത്തെ വത്തിക്കാൻ സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഈ റോമ നഗരം BC 30, കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് BC 27, ഏതാണ്ട് റൗണ്ട് ഫിഗറിൽ 30 എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ പറയാറ്. ചില രേഖകളിൽ 27 എന്ന് കാണും. ഞാനത് 30 എന്നങ്ങ് റൗണ്ട് ഫിഗറിലാക്കി പറഞ്ഞതേ ഉള്ളൂ. BC 30-ലാണ് ഈ നഗരം വെറും ഒരു സിറ്റി ആയിരുന്നത്. വെറും ഒരു സിറ്റി, ടൈഗർ പട്ടണത്തിന്റെ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്തിരുന്ന ഈ ഒരു പട്ടണം, ജസ്റ്റ് എ സിറ്റി, BC 30-ലാണ് ഒരു എംപയർ ആയിട്ട് വളരുന്നത്, ഒരു സാമ്രാജ്യമായി വളർച്ച പ്രാപിക്കുന്നത് അപ്പോഴാണ്. BC 30 എന്ന് പറഞ്ഞത് ക്രിസ്തുവിന് മുമ്പ് 30. അപ്പോഴാണ് ഇതൊരു സാമ്രാജ്യമായിട്ട് വളരുന്നത്. അതിനു മുമ്പ് ഒരു പട്ടണം എന്ന നിലയിലോ ഒരു കൊച്ചു രാജ്യം എന്ന നിലയിലോ ഒക്കെ നിലനിന്നിരുന്നതേ ഉള്ളൂ. BC 9th century എന്ന് ഞാൻ പറഞ്ഞത് 9-ാം നൂറ്റാണ്ട് എന്ന് പറഞ്ഞത് ഇതിന്റെ തുടക്കത്തെക്കുറിച്ചാ, ഈ പട്ടണത്തിന്റെ തുടക്കത്തെക്കുറിച്ചാ, സാമ്രാജ്യത്തിന്റെ അല്ല. അല്ലെങ്കിൽ 8-ാം നൂറ്റാണ്ടിനടുത്തായിരുന്നു. ഈ 9-ാം നൂറ്റാണ്ടിൽ
എന്ന് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞത് ആ സമയത്താണ് ഈ സെമിറാമീസിന്റെ ഭരണവും മറ്റും ഉണ്ടാകുന്നത്. സെമിറാമീസിന്റെ ഭരണവും മറ്റും ഉണ്ടാകുന്നത്. അപ്പം അന്ന് ഈ റോമ നഗരമായിട്ട് രൂപപ്പെടുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. സാമ്രാജ്യമായിട്ട് അത് വളർച്ച തുടങ്ങുന്നത് അല്ലെങ്കിൽ ഭരണം തുടങ്ങുന്നത് BC 30-ലാണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ. മറ്റെന്തെങ്കിലും? ശരി, മറ്റൊന്നും ഇല്ല എങ്കിൽ നമുക്ക് വീണ്ടും 17-ന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. അവിടെ നമ്മൾ കാണുന്നു 7 തലയും 10 കൊമ്പുമുള്ളതായി ദൂഷണനാമങ്ങൾ നിറഞ്ഞ, അതും നമ്മൾ 13-ാം അധ്യായത്തിൽ നിന്ന് ദൂഷണനാമങ്ങളെ കുറിച്ച് പഠിക്കുകയുണ്ടായി. 13-ാമത്തെ അധ്യായത്തിന്റെ 5 മുതൽക്കുള്ള വാക്യങ്ങൾ പഠിച്ചപ്പോൾ എതിർ ക്രിസ്തുവിന്റെ കൊമ്പിനെയും ഒക്കെ പഠിച്ചിരുന്നു. വമ്പും ദൂഷണവും സംസാരിക്കുന്ന വായ അതിന് ലഭിച്ചു. അന്ന് ദൂഷണനാമങ്ങളെ കുറിച്ച്, ബ്ലാസ്ഫമിയെ കുറിച്ച്, ദൈവ വിരോധത്തെ കുറിച്ച്, ദൈവദൂഷണത്തെ കുറിച്ച് അന്ന് പറഞ്ഞതാണ്. അപ്പൊ എതിർ ക്രിസ്തുവിന്റെ ഒരു പ്രധാന സ്വഭാവത്തിൽപ്പെട്ടതാണ് അവൻ ദൈവദൂഷകൻ എന്നുള്ളത്. എ ബ്ലാസ്ഫേമസ് പേഴ്സൺ. ദൈവത്തിനെതിരായി, സ്വർഗത്തിൽ വസിക്കുന്ന ദൈവത്തിനെതിരായി ദൂഷണ കാര്യങ്ങൾ ഉച്ചരിക്കുക എതിർ ക്രിസ്തുവിന്റെ പ്രകൃതമായിരിക്കും, സ്വഭാവമായിരിക്കും. അത് നമ്മൾ പഠിച്ചതാണ്. ദൈവത്തെ നിന്ദിക്കുക എന്നർത്ഥം. ദൈവനിഷേധവും ദൈവനിന്ദയും. എങ്ങനെയെല്ലാം ദൈവത്തെ ചീത്ത പറയാമോ, എങ്ങനെയെല്ലാം ദൈവത്തെ ചെറുതാക്കി കാണിക്കാമോ, അങ്ങനെയെല്ലാം അവൻ ഉപയോഗിക്കുമെന്നർത്ഥം. അങ്ങനെ നമ്മൾ 3-ാമത്തെ വാക്യത്തിൽ നിന്ന് എതിർ ക്രിസ്തുവിനെ കുറിച്ച് കണ്ടു. എതിർ ക്രിസ്തുവിനെ, അവന്റെ മോളിൽ ആണ് ഈ സ്ത്രീ ഇരിക്കുന്നത്. ഈ മൃഗത്തിന്റെ മേൽ ഈ സ്ത്രീ സഞ്ചരിക്കുന്നു. അതിന് 2 അർത്ഥമുണ്ട്. ഹാവിങ് ബീൻ സീറ്റഡ് അപ്പോൺ ദിസ് beast, the woman is seated upon, she is sitting upon, and it has 2 meanings. 2 സാധ്യതകൾ, 2 possibilities. First possibility, the Antichrist will be bringing this false religion into existence and to widespread. So he will be promoting this false religion. 2 അർത്ഥങ്ങളാണ് ഈ വ്യാജ മതമായ സ്ത്രീ മൃഗത്തിന്റെ മേൽ ഇരിക്കുന്നു എന്നുള്ളതിന്. 1-ാമത്തെ അർത്ഥം, എതിർ ക്രിസ്തുവാണ് ഈ വ്യാജ മതത്തെ ലോകത്തിൽ അവതരിപ്പിക്കുന്നത്. അവളുടെ ആ മൃഗത്തിന്റെ മുകളിൽ ഇവൾ ഇരിക്കുന്നു എന്ന് വെച്ചാൽ അവൻ ഇവളെ ചുമക്കുന്നു എന്നർത്ഥം. എന്ന് വെച്ചാൽ ഈ എതിർ ക്രിസ്തുവാണ് വ്യാജ മതത്തിന്റെ പ്രചാരകത്വം. അതിൻ്റെ വളർച്ചയ്ക്ക്, അതിൻ്റെ ആവിർഭാവത്തിന് പോലും ഒരുപക്ഷെ കാരണം അവനായിരിക്കും എന്നർത്ഥം. ഒരു മൃഗത്തിന്റെ മേൽ ഒരുത്തൻ ഇരിക്കുക എന്ന് പറഞ്ഞാൽ he controls, and therefore here as this woman is sitting upon this beast, she is controlling
this beast. ഈ മൃഗത്തിന്റെ മേൽ, എതിർ ക്രിസ്തു എന്ന മൃഗത്തിന്റെ മേൽ വ്യാജമതം എന്ന ഈ സ്ത്രീ ഇരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, രണ്ടാമത്തെ അർത്ഥം, അവളാണ് ഇവനെ നിയന്ത്രിക്കുന്നതെന്ന്. ഇത് രണ്ടും ശരിയാകാനാണ് സാധ്യത. ഇത് രണ്ടും ശരിയാകാനാണ് സാധ്യത. അത് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഇപ്പോഴേ അങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ ഇതിനോട് ചേർത്തങ്ങ് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവത്തിന്റെ സഭ എടുക്കപ്പെട്ട ശേഷം എതിർ ക്രിസ്തു ഈ വ്യാജ മതത്തെ ആവോളം ലോകത്തിലെങ്ങും പടരാൻ വളരാൻ അനുവദിക്കുന്നു എന്നുള്ളത് ആരംഭകാലത്ത് സംഭവ്യമാണ്. മഹാപീഡനത്തിന്റെ ആദ്യ സമയങ്ങളിൽ അത് സാധ്യമാണ്. 2, അന്ന് എതിർ ക്രിസ്തു ഈ പറയുന്നത് പോലെയുള്ള അധികാരത്തിലൊന്നും എത്തിയിട്ടുണ്ടാവില്ല. അവന്റെ തുടക്കം, അവന് മറ്റുള്ളവരുടെ സഹായം കൂടിയേ തീരൂ. അതിൽ ഈ വ്യാജ മതത്തിന്റെ നേതാക്കന്മാർ അവനെ സഹായിക്കും. അതുകൊണ്ട് ആ പ്രത്യുപകാരം, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഹായം ചെയ്ത് വ്യാജ മത നേതാക്കന്മാർ എതിർ ക്രിസ്തുവിനെ ഉയർത്തിക്കാട്ടുകയും പകരം എതിർ ക്രിസ്തു അവന്റെ രാഷ്ട്രീയ അധികാരം ഉപയോഗിച്ച് വ്യാജ മതത്തെ ലോകമെങ്ങും വളർത്തുകയും ചെയ്യും. ഇതാണ് ഒന്നാമത്തെ ഭാഗം. എന്നാൽ ക്രമേണ, ഗ്രാജുവലി, ദിസ് ആന്റിക്രൈസ്റ്റ് വിൽ റൈസ് ഇൻടു an immeasurable, immense power. മറ്റാരുടെയും സഹായം വേണ്ടാത്ത, തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുന്ന, ഒരു എതിർവായുമില്ലാത്ത നിലയിലേക്ക് എതിർ ക്രിസ്തു വളരും. എന്നാൽ ആ സമയത്ത് ഇവൻ അതിനെ എതിർക്കും. അപ്പം ഈ സ്ത്രീയെ എന്ത് ചെയ്യുന്നു? അതിന്റെ 16-ാമത്തെ വാക്യം വായിച്ചാട്ടെ. 17:16. പെട്ടെന്ന്, ഇല്ലെങ്കിൽ ഞാനങ്ങ് വായിക്കും. നീ കണ്ട 10 കൊമ്പും മൃഗവും വേശ്യയെ ദ്വേഷിച്ച് ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. കണ്ടോ? നീ കണ്ട 10 കൊമ്പും. എന്താ 10 കൊമ്പിന്റെ അർത്ഥം? ഓർമ്മ കാണുമല്ലോ. അധികാരം, പവർ. അല്ല, 10 കൊമ്പ്. 10 കൊമ്പ്. കൊമ്പ് അധികാരത്തെ കാണിക്കുന്നു. 10 രാജാക്കന്മാർ. 10 രാജാക്കന്മാർ. 10 kings. 10 kings along with Antichrist. എതിർ ക്രിസ്തുവിനൊപ്പമുള്ള 10 രാജാക്കന്മാരാണ് 10 കൊമ്പുകളുടെ അർത്ഥം. അതാണ് ഈ 16-ാം വാക്യത്തിൽ പറയുന്നത്. നീ കണ്ട 10 കൊമ്പും എന്ന് വെച്ചാൽ ദശരാഷ്ട്ര സംഘടനയും, 2 മൃഗവും എന്ന് വെച്ചാൽ എതിർ ക്രിസ്തുവും, വേശ്യയെ ദ്വേഷിച്ച് എന്ന് വെച്ചാൽ ഈ വ്യാജ മതത്തെ ദ്വേഷിച്ച് അവളുമായി തെറ്റിപ്പിരിഞ്ഞ് എന്ത് ചെയ്യും? ശൂന്യവും നഗ്നവുമാക്കി അവളുടെ മാംസം തിന്നുകളയും, അവളെ തീ കൊണ്ട് ദഹിപ്പിക്കുകയും ചെയ്യും. എന്നിട്ടാണ് 17-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ ആലോചന, ദൈവത്തിന്റെ ഇഷ്ടം നിവർത്തിയാകുവോളം ഒറ്റ ആത്മാവിൽ
ഐക്യതയോടെ പ്രവർത്തിക്കുവാൻ എതിർ ക്രിസ്തുവിനും ഈ 10 രാജാക്കന്മാർക്കും ഇടയിൽ ദൈവം ഭയങ്കര ഐക്യത നൽകും. കുറച്ചു കാലത്തേക്കുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? 3-ാമത്തെ വാക്യത്തിൽ, വെളിപ്പാട് 17:3 നമ്മൾ എതിർ ക്രിസ്തു എന്ന മൃഗത്തിന്റെ മേൽ വ്യാജ മതം എന്ന സ്ത്രീ വാഹനമേറി എഴുന്നള്ളുന്നത് കാണുന്നു. അതിന്റെ 2 അർത്ഥങ്ങൾ നമ്മൾ കണ്ടു. ഒന്ന്, എതിർ ക്രിസ്തുവാണ് അവളെ പ്രൊമോട്ട് ചെയ്യുന്നത്. എതിർ ക്രിസ്തുവാണ് വ്യാജ മതത്തെ ലോകമതമായി പടരാൻ വളരാൻ അനുവദിക്കുന്നത്. 2-ാമത്തെ അർത്ഥം, എതിർ ക്രിസ്തുവിനെ നിയന്ത്രിക്കുന്നത് ഈ വ്യാജമതം ആയിരിക്കും. ഇതാണ് 3-ാം വാക്യത്തിലെ അർത്ഥം. നമ്മൾ ഇനിയും നോക്കുന്നത് 17-ാമത്തെ വാക്യത്തിൽ നിന്ന് കണ്ടത്, ഇപ്പോൾ അവളെ ചുമക്കുന്ന എതിർ ക്രിസ്തു എന്ന ഈ മൃഗം എന്ത് ചെയ്യുകയാ? മറ്റ് 10 രാജാക്കന്മാരോടൊപ്പം ചേർന്നിട്ട് ഇവളെ ദ്വേഷിക്കുന്നു, അവളെ നശിപ്പിക്കുന്നു, അവളെ തീ വെച്ച് ചുടുന്നു, അവളുടെ മാംസം തിന്നുകളയുന്നു. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അവർ തമ്മിൽ കടുത്ത ശത്രുതയിലായിട്ട് മുമ്പ് ഏത് എതിർ ക്രിസ്തു ഈ വ്യാജമതത്തിന്റെ വ്യാപനത്തിനായിട്ട് പ്രവർത്തിച്ചുവോ അതേ എതിർ ക്രിസ്തു ഇതിനെ നശിപ്പിച്ച് ഇല്ലായ്മ ചെയ്യും. ഇത്രയും വ്യക്തമാണോ? സംശയങ്ങളില്ലല്ലോ? ഇല്ല. അതിന് കാരണം നമ്മളിപ്പോ കണ്ടു 17:3 2 അർത്ഥങ്ങൾ. അതിൽ ഒടുവിലത്തെ അർത്ഥം എന്താണ്? എതിർ ക്രിസ്തുവിനെ നിയന്ത്രിക്കുന്നത് അവളാണ്, ഈ വ്യാജമതമാണെന്ന്. ഇവിടെ 17:16 എതിർ ക്രിസ്തു വ്യാജമതത്തെ നശിപ്പിച്ച് തീ വച്ച് ചുട്ടുകളയുന്നു, മാംസം തിന്നുകളയുന്നു. കാരണം എന്താകാം? നേരത്തെ മുകളിൽ തോളേൽ പുറത്തിരുത്തി കൊണ്ടു നടന്ന ഈ എതിർ ക്രിസ്തു ഇപ്പോൾ ഇങ്ങനെ ഈ വ്യാജമതത്തെ എതിർക്കാൻ എന്തായിരിക്കാം കാരണം? ദൈവത്തിന്റെ വചനം നിറവേറി. ഓക്കെ, അതൊരു ഭാഗത്തുണ്ട്. ഒരു ഭാഗത്ത് ദൈവത്തിന്റെ വചനം നിറവേറിയേ പറ്റൂ, അതുണ്ട്. അതല്ലാതെ കാരണം, അതാണ് നമ്മളിപ്പോൾ 17:3 2-ാമത്തെ അർത്ഥം കണ്ടായിരുന്നല്ലോ. എതിർ ക്രിസ്തുവിനെ ഇവൾ നിയന്ത്രിക്കാൻ ഒരുങ്ങുന്നു. ഷീ ട്രൈസ് ടു കൺട്രോൾ ദി ആന്റിക്രൈസ്റ്റ്. The religion പക്ഷേ tries. the religion tries to have dominion even over the political leader, that is the Antichrist. ഇപ്പോൾ എതിർ ക്രിസ്തു വളർന്ന് പടർന്ന് പന്തലിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അവന് വേറെ ആരുടെയും സഹായം ആവശ്യമില്ലാത്ത നിലയിൽ അവൻ വളർന്നു. പക്ഷെ ഇപ്പോഴും മറ്റേ മത നേതാക്കന്മാർ എന്ത് ചെയ്യാൻ പോവാ? എതിർ ക്രിസ്തുവിനെ കടിഞ്ഞാനിട്ട് പിടിക്കാൻ പോവാ. അവൻ വിട്ടുകൊടുക്കത്തില്ല. അതിന് തെളിവ് തരാം. തെളിവ് ഞാൻ ഈ പറയുന്ന പേര് ഇച്ചിരി നേരത്തെ ആയി പോകുന്നു, എങ്കിലും ഇതിനോടകം നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ഈ സ്ത്രീ ആരാണെന്ന്. ഇത്രയും നമ്മൾ പഠിച്ചതിൽ നിന്ന് ഈ സ്ത്രീ ആരാണെന്ന് മനസ്സിലായത് നമുക്ക്? വലിയ സഭയുടെ നേതാവ്. അതെ, സഭയുടെ നേതാവ് എന്നൊരു വ്യക്തിയെ കുറിച്ചല്ല, പകരം
സംഘടിതമായ ക്രൈസ്തവ മതവും അതിനോട് യോജിച്ച് നിൽക്കുന്ന ഇതര മതങ്ങളും കൂടെ ചേർന്നാണ് ഈ ലോക മതം രൂപപ്പെടുന്നത്. സമയം കൂടെ എന്നെ ഒന്ന് അറിയിച്ചേക്കണേ. ഇപ്പൊ വേണ്ട, സമയം ഒരു 9:45 ഒക്കെ ആകുമ്പോഴത്തേക്കും മതി. ആയി കാണുമോ? ഇല്ലായിരിക്കുമല്ലോ. ഇല്ല. ഓക്കെ 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 യെസ്. Who or what is this world religion? This perverted religion. This religion is the very organized Christian religion. The very organized Christian religion synchronized with all other chota mota religions in the world. Okay, so the leadership will be upon that particular city which is situated upon the 7 hills. 7 മലകളിൽ സ്ഥിതി ചെയ്യുന്ന ആ പട്ടണത്തിന്റെ നേതൃത്വത്തിൽ സംഘടിതമായി പ്രവർത്തിക്കുന്ന ക്രൈസ്തവ മതം, അതിൻ്റെ നേതൃത്വത്തിൽ ഒത്തുകൂടുന്ന ഇതര മതങ്ങളും കൂടെ ചേരുന്നതാണ് ഈ സ്ത്രീ പ്രതിനിധാനം ചെയ്യുന്ന ലോകമതം. The world religion represented by this particular harlotrous woman, adulterous woman, is under the leadership of the organized Christian religion, and the city situated upon the 7 hills, and all other religions that will be synchronized with this particular Christian religion. അതിന്റെ ഹെഡ് ആരാണെന്നാണ് നമുക്കറിയാവുന്നത്? പോപ്പ്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അതിന്റെ വിശദീകരണത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇത് പറയുന്നത് കൊണ്ട് എന്നോട് ക്ഷമിക്കുക. ആ ഒരു ഒഴുക്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. പോപ്പിന് പറയുന്ന പേര് നിങ്ങൾക്കറിയാം അല്ലേ? മാർപ്പാപ്പ, പോണ്ടീഫ്. അതിന് ലാറ്റിനിൽ പറയുന്ന പേര് പോണ്ടിഫെക്സ് മാക്സിമസ് എന്നാണ്. പോണ്ടിഫെക്സ് മാക്സിമസ്, PONTIFEX, പോണ്ടിഫെക്സ്. മാക്സിമസ്, MAXIMUS, മാക്സിമസ്. ഇവര് റോമാ മതത്തിന്റെ ആൾക്കാരായിരുന്നു. അതിലേക്ക് ഞാൻ ഇനിയും വരുന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് എത്താൻ പറ്റുമെന്ന് അറിയില്ല, അതെല്ലാം നോക്കാം. അപ്പം ഈ പോണ്ടിഫെക്സ് മാക്സിമസ് എന്ന് പറയുന്നത് ക്രൈസ്തവ്യമല്ല. Even before Christ was born, this particular privilegious post was there in the Roman religion. റോമ മതത്തിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു ഈ പൊന്തീഫ് എന്ന് പറയുന്ന, പോണ്ടിഫെക്സ് മാക്സിമസ് എന്ന് പറയുന്ന പദം എന്ന സ്ഥാനം, പദവി. The highest religious rank in Roman religion was this pontiff. റോമാ മതത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനീയരായിരുന്നു പൊന്തീഫുമാർ എന്ന് പറയുന്നത്. ഈ പോണ്ടിഫെക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം the religious leaders who bridges between their
state deities and the subjects. Got it? Pontiffs or Pontifex Maximus. Pontiffs were considered to be the bridges between local or their deities and their people, subjects. പൊന്തീഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം റോമൻ മതത്തിലെ ഏറ്റവും ഉയർന്ന റാങ്കുകാരാണ്. പൊന്തീഫുമാർ റോമൻ മതത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനീയരാണ്. അവരുടെ സ്ഥിതി, അവരുടെ ജോലി എന്ന് പറയുന്നത് അവരുടെ റോമൻ മതത്തിലെ ദൈവങ്ങളും ഈ ദൈവങ്ങളെ ആരാധിക്കുന്ന റോമൻ പ്രജകളും ഇവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിട്ടാണ് പൊന്തീഫുമാർ കണക്കാക്കപ്പെട്ടിരുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ അങ്ങനെ ഇപ്പോൾ ആ ഒരു സ്ഥാനപ്പേര് ആർക്കാണുള്ളത്? പോപ്പിന്. പൊന്തീഫ്. പോണ്ടീഫ്. ഞാന് വായിച്ചെന്ന് പറഞ്ഞാൽ എഡിക്റ്റ് ഓഫ് പോപ്പ് ഗ്രിഗോറിയസ് 7th 11th century AD-യിലെ പോപ്പ് ഗ്രിഗോറിയോസ് 7th പുറപ്പെടുവിച്ച ഒരു എഡിക്റ്റ്, ഒരു എന്താണ് പറയുന്നത്, വിളംബരം 11ാം നൂറ്റാണ്ടിൽ, AD 11ാം നൂറ്റാണ്ടിൽ ഗ്രിഗോറിയോസ് പോപ്പ് 7ാമൻ പുറപ്പെടുവിച്ച ഒരു വിളംബരം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. It is laid down that the Roman pontiff is universal bishop. Okay. റോമൻ പൊന്തീഫ് ആണ്. റോമൻ കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി പരിവർത്തിതനായപ്പോൾ റോമ മതത്തിലെ പലതും എവിടെ കൊണ്ടുവന്നു? ക്രിസ്ത്യാനിത്വത്തിൽ കൊണ്ടുവന്നു. അതിലൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ പൊന്തീഫ് എന്ന സ്ഥാനപ്പേര്. റോമ മതത്തിൽ നിന്ന് അങ്ങനെ പൊക്കിയെടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. എന്നിട്ട് ഇവര് അവകാശപ്പെടാൻ തുടങ്ങി, ഇവരാണ് ക്രിസ്തുവിനും ജനത്തിനും മധ്യേ ഇടനിലക്കാരായി നിൽക്കുന്ന പാലമായി പ്രവർത്തിക്കുന്നവരെന്ന്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പോപ്പ് ഗ്രിഗോറിയോസ് ഈ വിളംബരം നടത്തിയത് 11ാം നൂറ്റാണ്ടിൽ. റോമൻ പൊന്തീഫാണ് സാർവലൗകിക ബിഷപ്പായിട്ട് അറിയപ്പെടുക, സ്ഥാനം വഹിക്കുക. തീർന്നില്ല, അദ്ദേഹം പിന്നെയും പറഞ്ഞിരിക്കുന്നത് that his name is the only one of its kind in the world. His name is the only one of its kind in the world. ലോകത്തിലുള്ള സകല നാമങ്ങളിലും വെച്ച് ഈ പോന്തീഫിന്റെ പേര് മാത്രമായിരിക്കും അങ്ങനെയുള്ളൊരു പേര്. തത്തുല്യമായ വേറെ ഒരു പേര് ഉലകത്തിൽ കാണത്തില്ല. അദ്ദേഹം തുടർന്ന് പറയുന്നു, to him alone it belongs to dispose or reconcile bishops. ബിഷപ്പുമാരെ നിയമിക്കുകയോ അവരെ പുറത്താക്കുകയോ ഒക്കെ ചെയ്യാനുള്ള അധികാരം പോപ്പിന് മാത്രമുള്ളതായിരിക്കും. അത് ചെയ്തോട്ടെ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. He alone may use the ensigns of empire. Will all princes are bound to kiss his feet. ഒന്നുകൂടെ ഞാനത് വായിക്കാം. He alone may use the ensigns of empire.
all princes are bound to kiss his feet. സാമ്രാജ്യത്വത്തിന്റെ അടയാളം പോലും ഉപയോഗിക്കാനുള്ള അധികാരം പോപ്പിന് മാത്രമേ കാണൂ. എല്ലാ രാജാക്കന്മാരും ഭരണാധികളും അദ്ദേഹത്തിന്റെ പാദങ്ങൾ ചുംബിക്കേണ്ടതുണ്ട്. Kiss his feet. He has the right to depose emperors and to absolve subjects from their allegiance. ചക്രവർത്തിമാരെ പോലും മാറ്റാനും പ്രജകൾക്ക് ചക്രവർത്തിമാരോടുള്ള അടുപ്പത്തിൽ നിന്ന് അവരെ അകറ്റാനും പോപ്പിന് അധികാരമുണ്ട്. അദ്ദേഹത്തിന് മാത്രമേ അധികാരമുള്ളൂ. എന്നിട്ട് he holds in his hands the supreme mediation in questions of war and peace, and he alone may adjudge contested succession to kingdoms. യുദ്ധമോ സമാധാനമോ ഇങ്ങനെയൊക്കെ ഉള്ള വിഷയങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള, അതിൽ മീഡിയേഷൻ, മധ്യസ്ഥത വഹിക്കുന്നതിനുമൊക്കെ ഉള്ള ഏക അധികാരം ഈ പോപ്പിന് മാത്രമേ കാണുകയുള്ളൂ. ഇതിലും വലുത് വരാൻ പോന്നു. All kingdoms are held in fiefs under Peter. പത്രോസിനുണ്ടായിരുന്ന അധികാരത്തിന്റെ കീഴിൽ സകല രാജ്യങ്ങളുമായി തീരണം. എന്നിട്ട് കുറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം വിട്ടിട്ട് the Roman Church has never erred. റോമൻ സഭയ്ക്കൊരിക്കലും തെറ്റ് സംഭവിച്ചിട്ടില്ല. റോമാസഭ, റോമൻ കത്തോലിക്ക സഭ അപ്രമാദിത്വമുള്ള, തെറ്റിക്കൂടായ്മയുള്ള സഭയാണ്. The Pope is alone above all judgments. The Pope is above all judgments. സകലത്തിനും മീതെയാണ് പോപ്പ്. പോപ്പിനെ ആർക്കും വിധിക്കാൻ അധികാരമില്ല. അയാൾ ഇന്ന് പറയുകയാണ് ബൈബിൾ തെറ്റ്. റോമൻ കത്തോലിക്ക സഭ മുഴുവനും അതിന് ആമീൻ പറയും, പറഞ്ഞേ പറ്റൂ. അവിടെ ഇരുന്നു കൊണ്ട് ആ ഒറ്റ ഒരുത്തനാണ് സകല നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ തന്നെ സ്വർഗം വിവാഹം ആശീർവദിക്കാമെന്ന് പോപ്പ് അനുവാദം കൊടുത്തല്ലോ. സെയിം സെക്സ് മാരേജ് അനുവദിച്ചു. ആ നിലകളിലെല്ലാം ഉള്ള നിയമങ്ങൾ ഉണ്ടാക്കാൻ ഒറ്റ ഒരുത്തൻ തീരുമാനിച്ചാൽ മതി. ഇങ്ങനെ ഈ പോപ്പ് അങ്ങോട്ടിരിക്കുമ്പം എതിർ ക്രിസ്തുവിനെ ചുമ്മാ വിടുവൻ. ഞാൻ ആ പോപ്പെന്നും പറഞ്ഞ് നിയന്ത്രിക്കാൻ ചെല്ലും. കുറെ കഴിയുമ്പം എതിർ ക്രിസ്തുവും മറ്റേ 10 രാജാക്കന്മാരും കൂടെ ഈ മതത്തെയും അതിന്റെ ആളുകളെയും പിടിച്ച് കശാപ്പ് ചെയ്യും. അതാണ് 17:16 നമ്മൾ കണ്ടത്. ഇത്രയും വ്യക്തമായോ? സ്തോത്രം. ഒരു ലോക മതത്തെ, ഓക്കെ, താങ്ക് യു അങ്കിളെ, എളുപ്പം നിർത്തിയേക്കാം. ഈ ലോക മതം, അതിനെ എതിർ ക്രിസ്തു ആദ്യം വളർത്തിക്കൊണ്ടുവരുമെങ്കിലും ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ പേപ്പസി, പോപ്പിന്റെ മതവും അധികാരങ്ങളും കൂടെ എതിർ ക്രിസ്തുവിന്റെ മേൽ ആധിപത്യം പുലർത്താൻ തുടങ്ങുമ്പോൾ അവർ തമ്മിൽ ഇടഞ്ഞ്, തമ്മിൽ തല്ലി
ലോകമതം നാമാവശേഷമാകും. ഇത് ആര് നേരത്തെ തന്നെ കരുതി വെച്ചിരുന്നതാണെന്ന 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചത്. ദൈവത്തിന്റെ വചനം നിവർത്തിയാകുക, അതിന് ഇവരെ തമ്മിൽ തല്ലാനായിട്ട് തമ്പുരാൻ വിട്ടുകൊടുക്കുന്നു. തമ്മിൽ തല്ലാനായിട്ട്. നമ്മൾ അർമഗദ്ദോൻ യുദ്ധത്തിലും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. തമ്മിൽ തല്ലിയാ മതി, തമ്പുരാനൊന്നും ചെയ്യണ്ട. അങ്ങനത്തെ ഒരു മനസ്സ് അവർക്ക് അങ്ങിട്ട് കൊടുത്താൽ മതി. അറിഞ്ഞോ അറിയാതെയോ സംഭവിക്കുന്നത്. അപ്പോ ഈ നിലകളിൽ ഈ വ്യാജമതം വല്ലാതെ വളർന്ന് പടർന്ന് പന്തലിച്ച് എതിർ ക്രിസ്തുവിന്റെ ആ ഒരു ശക്തിക്ക് അധീനപ്പെട്ട് എതിർ ക്രിസ്തുവിലൂടെ ദൈവത്തിന്റെ പദ്ധതിയെ വ്യാജമതത്തിന്റെ മേൽ നിവർത്തിക്കുന്നു. അപ്പൊ സാത്താനെ തന്നെ അവന്റെ പരിപാടികൾ തച്ചുടയ്ക്കാൻ വേണ്ടിയിട്ട് ദൈവം ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ആരോടോ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ഡെവിൾ ഈസ് ഗോഡ്സ് ഓൺ ഡെവിൾ എന്ന ഒരു പറച്ചിലുണ്ട്. സാത്താൻ പോലും ദൈവത്തിന്റെ സ്വന്തം സാത്താനാണെന്ന്. എന്ന് വെച്ചാൽ when God commands, Satan also obeys. ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റാൻ സാത്താനെ പോലും ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്, മേലിലും ഉപയോഗിക്കും. ആ ഒരു നേർക്കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ഇതിൽ കൂടെ എല്ലാം വെളിപ്പെടുന്നത് നമ്മുടെ ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനവും ദൈവത്തിന്റെ മഹാശക്തിയുമാണ്. Praise God. Even in all these judgments, we see the manifold wisdoms of God. Manifold wisdoms. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം. ഓർമ്മയുണ്ടായിരിക്കുമല്ലോ ബൈബിളിലെ ആ പ്രയോഗം. സ്തോത്രം. 3 ഒന്ന് എടുത്തെങ്കിലും അങ്ങ് വായിച്ചോളൂ. 3:11. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ കാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയ പ്രകാരം സഭ മുഖാന്തരം അറിയായി വരുന്നു. സ്തോത്രം. നാം നിത്യതയിലെത്തുമ്പോൾ നമ്മുടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുന്നതിനുള്ള ഒരു കാരണമായിരിക്കും ഇത്. His manifold wisdom. നമ്മൾ ഇവിടെ താമസിക്കുമ്പം മിക്കപ്പോഴും മാനിഫോൾഡ് ബ്ലെസ്സിങ്സ് എന്നായിരിക്കും പറയുന്നത്. നിന്റെ ബഹുവിധമായ അനുഗ്രഹം അതിനുവേണ്ടി ആ സ്തോത്രം. എന്നാൽ നമ്മൾ അങ്ങ് ചെല്ലുമ്പം മാനിഫോൾഡ് ബ്ലെസ്സിങ്സ് ആയിരിക്കില്ല, മാനിഫോൾഡ് വിസ്ഡം ഓഫ് ഗാഡ്. ബഹുവിധമായ ജ്ഞാനം. ആ ദൈവത്തിന്റെ ശക്തിയും മഹത്വവും ജ്ഞാനവും ഒക്കെ വെളിപ്പെടുന്ന ആ പ്രത്യേക ദിനത്തിനായി നമുക്ക് കാത്തിരിക്കാം. സ്തോത്രം. അത് നിമിത്തം നാം നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. പ്രൈസ് ഗാഡ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. എന്തെങ്കിലും വിശദീകരണം ഇതുവരെയുള്ള കാര്യങ്ങളിൽ? ഒന്നുമില്ല. സ്തോത്രം. എങ്കിൽ നമുക്കിന്ന് ഇവിടെ നിർത്താമെന്ന് കരുതുന്നു. ഇവിടെ എന്നെ കാത്തിവിടെ ഇരിക്കുന്നു ആൾക്കാർ. നമുക്ക് നമ്മുടെ കർത്താവിൻ്റെ ആ ബഹുവിധമായ ജ്ഞാനത്തിന്റെ മുമ്പിൽ നമ്രശിരസ്കരായി, സാധാരണ ഞാൻ പറയാറുള്ളത് പോലെ പൗലോസ് ശ്ലീഹ റോമർ 11:33 പറയുന്നത്, ദൈവത്തിന്റെ ജ്ഞാനത്തിന്റെയും അറിവിന്റെയും ആഴത്തിലുള്ള ധനം. സ്തോത്രം. അതിന്റെ മുമ്പിൽ അത്ഭുതപ്പെട്ട് വായടയ്ക്കാൻ മറന്നുപോയി നിൽക്കുന്ന പൗലോസിനെ പോലെ നമുക്കും ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പിൽ നമ്മുടെ ശിരസ്കരായി നിൽക്കാം. നേരിട്ടത് കാണുവാനുള്ള സുദിനം ആഗമിക്കുന്നത് കൊണ്ട് നമുക്കതിനായിട്ട് ഒരുങ്ങാം.
ഈ വചനങ്ങളാൽ ദൈവം അതിനായി നമ്മെ ഒരുക്കുകയും അനുഗ്രഹിക്കുകയും സഹായിക്കും.